അവരെ യാത്രയാക്കുന്നത്. വൈകാരികമാകുന്ന നിമിഷങ്ങൾക്കാണ് സ്കൂൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പ്രിയപ്പെട്ട അധ്യാപകർ ആയിരുന്നു. ഇപ്പോൾ മൃതദേഹം ഓരോന്നായി വാഹനത്തിലേക്ക് കയറ്റി വാഹനങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുന്നു എന്നതാണ്. ഓരോരോ വസതിയിലേക്ക് മൃതദേഹം എത്തിക്കുന്നു. അനുമോദ് വാഹനങ്ങൾ ഓരോന്നായി, അതായത് ആംബുലൻസിലേക്ക് മൃതദേഹം ഓരോന്നായി കയറ്റുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇനി ഇവരുടെ സ്വദേശം ഈ പരിസരത്ത് തന്നെയുള്ള അധ്യാപകരാണോ, അതെയോ ഈ ജോലിയുടെ ഭാഗമായിട്ട് അവിടെ താൽക്കാലികമായി വന്ന് നിൽക്കുന്നവർ ഉൾപ്പെടെയുണ്ടോ, എന്താണ് അത്തരം പശ്ചാത്തലം വ്യക്തമാണോ അനുമോദൻ? അഭിലാഷ, ഇവരൊക്കെ തന്നെ ഈ നാട്ടുകാരാണ്. 2 പേർ മാത്രമാണ് ഇവരിൽ നിന്ന് കുറച്ച് ദൂരം താമസിക്കുന്നത്. അത് പ്രധാനാധ്യാപികയായിരുന്ന അജിതയും ആശയുമാണ്. ആശ ടീച്ചർ കൊളത്തൂരിലും അജിത ടീച്ചർ പാലൂരിലുമാണ്, പുലാമന്തൂർ. മറ്റെല്ലാവരും പാങ് സ്വദേശികൾ തന്നെയാണ്. അതുതന്നെയാണ് ഈ നാടിന്റെ വേദന. കാരണം അവർക്ക് നിത്യപരിചിതരായ, അവർക്കൊപ്പം അവരിലൊരാളായിരുന്നവരാണ് ഇവരൊക്കെ വിട പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഓരോ മൃതദേഹങ്ങളും ആംബുലൻസിലേക്ക് കയറ്റി അവരുടെ വീടുകളിലേക്കുള്ള അവസാന യാത്ര തുടങ്ങുകയാണ്. ഈ വീടുകളിലേക്ക് അവർ കഴിഞ്ഞ ദിവസം യാത്ര പറഞ്ഞിറങ്ങിയ വീടുകളിലേക്ക് അവർ നിശബ്ദരായി ചെല്ലുകയാണ്. ഇനി ഒരിക്കലും ഒരു തിരിച്ചുപോക്ക് ഇല്ല. അവരുടെ അവസാന യാത്രയാണ് വീടുകളിലേക്ക്. ഇപ്പോൾ ഓരോ ആംബുലൻസുകളിലും മൃതദേഹങ്ങൾ കയറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവരുടെ വീടുകളിലേക്ക് ആശ ടീച്ചറുടെ പുത്തൂരിലെ വീട്ടിലേക്കും അജിത ടീച്ചറുടെ പാലൂരിലെ വീട്ടിലേക്കും മജീദ് മാഷും ഭാര്യ റുഖിയും പാങ് അവരുടെ വീട്ടിലേക്കൊക്കെ യാത്രയാവുകയാണ്. മജീദ് മാഷിന്റെ വീടിന്റെ പണിയെല്ലാം കഴിഞ്ഞ് കേവലം ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നത്. അത്രമാത്രം ആ വീട്ടിൽ താമസിച്ച് കൊതി തീർന്നിട്ട് പോലും ഉണ്ടാവില്ല മാഷും റുഖിയും. അവരാണ് ഇപ്പോൾ ചേതനയേറ്റ് പുതിയ വീട്ടിലേക്ക് ഇനി കയറുന്നത്. എല്ലാ മൃതദേഹങ്ങളും ഇപ്പോൾ ആംബുലൻസുകളിലേക്ക് കയറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇനി പൊതുദർശനത്തിന് ശേഷം അവരുടെ സംസ്കാര ചടങ്ങുകളിലേക്കാണ് കടക്കുക. അല്പസമയം വീടുകളിൽ പ്രാർത്ഥനയുണ്ടാകും. അതൊക്കെ തികച്ചും സ്വകാര്യമായ ചടങ്ങുകളാണെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നത്. അവരുടെ സ്വകാര്യത മാനിക്കണമെന്നൊരു അഭ്യർത്ഥനയും അവർ നടത്തുന്നു. അപ്പോൾ ഇവർക്കിവിടെ യാത്രാമൊഴി ചൊല്ലേണ്ട സമയം, ഇവിടെ നിന്നും യാത്രാമൊഴി ചൊല്ലേണ്ട സമയമായിരിക്കും. അബ്ദുൽ മജീദിൻ്റെയും റുഖിയുടെയും അതുപോലെ അജിത ടീച്ചറുടെയും ആശ ടീച്ചറുടെയും സാജിദയുടെയും ഷക്കീല ടീച്ചറുടെയും ഒക്കെ മൃതദേഹം ഇതിനോടകം തന്നെ ആംബുലൻസുകളിലേക്ക് കയറ്റിയിരിക്കുന്നു. അല്പസമയത്തിനകം ഈ സ്കൂൾ അങ്കണത്തിൽ നിന്നും എല്ലാവരും വിട പറയും. ഇന്നലെ ആനന്ദത്തോടെ സന്തോഷത്തോടെ വിനോദയാത്രയ്ക്ക് പോയവർ തിരിച്ചെത്തിയത് ചേതനയേറ്റാണ്. അതൊരു വിലാപയാത്രയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കേരളം ഒരുപാട് ദുരന്തങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു സ്കൂളിലെ അധ്യാപകർ, ഇത്രയും ഏറെ അധ്യാപകർ ഒരുമിച്ച് ഇല്ലാതെയാകുന്നത് അപൂർവമാണ്. ആ സ്കൂളിൽ ഇനി ശേഷിക്കുന്നത് 3 പേർ മാത്രമാണ്. ഇനി അവിടെ എത്തുന്ന കുട്ടികൾക്കും ആ കുട്ടികളുടെ രക്ഷിതാക്കൾക്കുമൊക്കെ അതിജീവിക്കേണ്ടി വരിക ആ ശൂന്യതയാണ്, അധ്യാപകരുടെ ശൂന്യത. ഒരുപക്ഷെ മറ്റാർക്കും നികത്താൻ കഴിയാത്തത്ര വലിയ ശൂന്യതയായിരിക്കും അത്. ആ പ്രിയപ്പെട്ടവർ, കുട്ടികൾക്ക് അവർ നൽകിയ സ്നേഹം, വാത്സല്യം, അതൊക്കെ മറ്റൊരാൾക്കൊരു പക്ഷേ നൽകാനാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ശൂന്യത അതെക്കാലവും അവരെ വേട്ടയാടുന്നത് തന്നെയായിരിക്കും. നാളെ ഈ സ്കൂളിലേക്ക് മറ്റ് അധ്യാപകരെ സർക്കാർ കൊണ്ടുവന്നേക്കാമെങ്കിലും ഇവർ എന്നും ഈ സ്കൂളിലെ ഓരോരുത്തരുടെയും മനസ്സിൽ, ഈ നാടിൻ്റെ മനസ്സിൽ നീറുന്ന ഒരോർമ്മയായി തന്നെ ശേഷിക്കും. അത്രമാത്രം വേദന ഈ യാത്രാമൊഴി ചൊല്ലുന്നതിലുണ്ടെന്ന് നമ്മളിവിടെ നേരിൽ കണ്ടു കഴിഞ്ഞതാണ്. പ്രിയപ്പെട്ടവരോട് യാത്രാമൊഴി ചൊല്ലി അധ്യാപകരെല്ലാം
ഇനി മടക്കമില്ലാത്ത യാത്രയിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ പൊതുദർശനവും ഇതോടെ പൂർത്തിയാവുകയാണ്. മരിച്ച അധ്യാപകരുടെയും അവരുടെ പ്രിയപ്പെട്ടവരുടെയും അന്ത്യകർമ്മങ്ങൾ ഉച്ചയോടെയും വൈകുന്നേരത്തോടെയും നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആശ ടീച്ചറുടെ കൊളത്തൂരിലെ തറവാട്ട് വീട്ടിലും അജിത ടീച്ചറുടെ ഷൊർണൂർ ശാന്തിതീരത്തും സുഹറ ടീച്ചറുടെയും മകൻ ഹാഷിമിൻ്റെയും സംസ്കാരം ഈസ്റ്റ് പാങ് ജുമാ മസ്ജിദ് ഖബ്രിസ്ഥാനിലും റംല ടീച്ചറുടെയും സാജിദയുടെയും ഷക്കീല ടീച്ചറുടെയും പാങ് വലിയ ജുമായത്ത് പള്ളിയിലും അബ്ദുൽ മജീദിൻ്റെയും അധ്യാപകനായ അബ്ദുൽ മജീദിൻ്റെയും ഭാര്യ റുഖിയുടെയും പാങ് മാറാട്ട് ജുമാ മസ്ജിദിലുമാണ് ഖബ്രിസ്ഥാനിലുമാണ് നടക്കുക. അങ്ങനെ ഏറെ വേദനയോടെ പ്രിയപ്പെട്ടവർക്കായി ഈ നാട് വിട ചൊല്ലുകയാണ്. അഭിലാഷ്. മലപ്പുറം പെരിന്തൽമണ്ണ പാങ് ഗ്രാമത്തെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് ആ 9 പേർ മടങ്ങുന്നത്. കേരളക്കരയൊന്നാകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് വാൽപ്പാറ വാഹനാപകടത്തിൽ 9 പേർ മരണപ്പെട്ടത്. ജന്മനാട്ടിൽ അവർക്ക് അന്ത്യവിശ്രമത്തിനുള്ള സമയമാകുന്നു. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. അവർ അധ്യാപകരായി ജോലി ചെയ്തിരുന്ന പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ നിന്ന് അവർ എന്നേക്കുമായി പടിയിറങ്ങുമ്പോൾ അത് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത ഒന്നായി മാറുന്നു. ഒരുപക്ഷെ നമുക്കറിയാം, റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിൽ പോലും ഒരു അധ്യാപകൻ വിരമിക്കുമ്പോൾ പോലും വികാരനിർഭരമായ യാത്രയേപ്പാണ് പലപ്പോഴും ആ സ്കൂളും അവിടുത്തെ കുട്ടികളും ഒപ്പം ആ നാടുമൊക്കെ നൽകുന്നതെങ്കിൽ ഇതാ ഒരു കൂട്ടം അധ്യാപകരെ ഒരുമിച്ച് അപ്രതീക്ഷിതമായി യാത്രയാക്കേണ്ടി വന്നതിൻ്റെ ഞെട്ടലിലും വേദനയിലുമാണ് പാങ്ങിലെ ജനങ്ങൾ. സങ്കടം അടക്കാൻ പറ്റാതെ നെഞ്ചുപൊട്ടിക്കരയുന്ന നിരവധി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒപ്പം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സഹപ്രവർത്തകർ എന്ന നിലയിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന എത്രയോ സംഭവങ്ങൾ സ്കൂളുമായി ബന്ധപ്പെട്ട് അതാണ് രക്ഷിതാക്കളെ ഏറെ വേദനയിൽ ആഴ്ത്തുന്നത്. സഹപ്രവർത്തകർ 3 പേർ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. അങ്ങനെ ഒരു നാടിനെ ഒന്നാകെ വേദനയിലാഴ്ത്തിക്കൊണ്ട് അവർ യാത്ര പറയുമ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആ സ്കൂളിലെ കുട്ടികൾ എല്ലാവരും തന്നെ എത്തിയിരുന്നു. അമ്പലപ്പറമ്പ് സ്കൂൾ മുറ്റത്ത് ചേതനയറ്റ ആ മൃതദേഹങ്ങളെ നോക്കി ഒരുപോലെ വിറങ്ങലിക്കുകയാണ് ഒരു നാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.